ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിലും നമുക്ക് ദൈവശബ്ദം കേൾക്കുവാനായി ഒരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം സദൃശവാക്യങ്ങൾ 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി സദൃശവാക്യങ്ങൾ 22 അധ്യായം 1 വാക്യം. അനവധി സമ്പത്തിലും സത്കീർത്തിയും വെള്ളിയിലും പൊന്നിലും കൃപയും നല്ലത്. ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഓരോ വഴികളാണ് തിരഞ്ഞെടുക്കുന്നത്. ചിലർ സ്വന്തം ജ്ഞാനത്തിലും അനുഭവത്തിലും ആശ്രയിക്കുന്നു. എന്നാൽ മറ്റു ചിലരാകട്ടെ ലോകത്തിൻ്റെ ഉപദേശങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നു. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥമായ ജ്ഞാനത്തിൻ്റെ വഴി ദൈവത്തിൽ നിന്നും ആരംഭിക്കുന്നു എന്നതാണ്. ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അതിനാൽ ദൈവജ്ഞാനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം സ്ഥിരതയുള്ളതും സമാധാനപൂർണവും അനുഗ്രഹിക്കപ്പെട്ടതും ആയിരിക്കും. ഇന്നത്തെ സ്വാർത്ഥതയും അനീതിയും നിറഞ്ഞ ലോകത്തിൽ ജ്ഞാനത്തിൻ്റെ വഴിയിൽ എപ്രകാരം ജീവിക്കാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, നല്ല സ്വഭാവം ഉള്ളവരായിരിക്കുക. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ മൂല്യം അവൻ്റെ സമ്പത്തിലോ സ്ഥാനത്തിലോ അല്ല, മറിച്ച് സ്വഭാവത്തിലാണ്. സമ്പത്ത് നഷ്ടപ്പെട്ടാൽ അത് വീണ്ടും നേടിയെടുക്കാം. എന്നാൽ നല്ല പേരും സ്വഭാവവും ഒക്കെ നഷ്ടപ്പെട്ടു പോയാൽ അത് വീണ്ടെടുക്കുക എന്നത് വളരെയധികം പ്രയാസകരമാണ്. നല്ല പേര് അഥവാ സ്വഭാവം സമ്പത്തിനേക്കാളും വിലയേറിയതാണ്. നല്ല സ്വഭാവമാണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ സമ്പത്ത്. അതിനാൽ സമ്പത്ത് നഷ്ടപ്പെട്ടാലും നമ്മുടെ നല്ല സ്വഭാവം നഷ്ടപ്പെടുത്തരുത്. നല്ല സ്വഭാവം, മക്കളുടെ ആത്മീയ പരിശീലനം, ശരിയായ കൂട്ടുകെട്ട്, കഠിന അധ്വാനം, ആത്മനിയന്ത്രണം ഇവയെല്ലാം ജ്ഞാനത്തിൻ്റെ വഴിയിൽ നടക്കുന്നവരുടെ അടയാളങ്ങളാണ്. നാമും ദൈവജ്ഞാനത്തിൻ്റെ വഴിയിലാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. രണ്ടാമതായിട്ട്, ദൈവഭയമുള്ള സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. ഇവിടെ 22 അധ്യായത്തിൻ്റെ 24 25 വാക്യങ്ങൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു. സൗഹൃദവും കൂട്ടുകെട്ടുകളും നമ്മുടെ സ്വഭാവത്തെ ശക്തമായി സ്വാധീനിക്കും. നാം ആരോടൊപ്പം സമയം ചെലവഴിക്കുന്നുവോ അവരുടെ ചിന്തകളും സംസാരവും സ്വഭാവവും നമ്മിലേക്കും പകരും. അതിനാലാണ് കോപം നിയന്ത്രിക്കാത്തവരോടുള്ള കൂട്ടുകെട്ട് അരുത് എന്ന് തിരുവചനം നമ്മോട് പറയുന്നത്. കോപം ഒരു നിമിഷത്തെ ഒരു വികാരമല്ല, പിന്നെയോ അത് ബന്ധങ്ങളെയും സമാധാനത്തെയും ആത്മീയ വളർച്ചയെയും എല്ലാം നശിപ്പിച്ചു കളയും. അതിനാൽ ദൈവഭയവും ആത്മനിയന്ത്രണവുമുള്ള സുഹൃത്തുക്കളെ നാം തിരഞ്ഞെടുക്കുക. കോപം വളർത്തുന്ന സംഭാഷണങ്ങളും കൂട്ടുകെട്ടും നാം ഒഴിവാക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ക്ഷമയും സൗമ്യതയും നാം അഭ്യസിപ്പിക്കുക. മാത്രവുമല്ല, ഇന്നത്തെ നമ്മുടെ കൂട്ടുകെട്ടുകൾ നമ്മെ ക്രിസ്തുവിനോട് കൂടുതൽ അടുപ്പിക്കുകയാണോ ചെയ്യുന്നത് എന്ന് ഒന്ന് പരിശോധിക്കുക. അങ്ങനെ നല്ല സ്വഭാവത്തിനുടമകളായി നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്നവരായി തീരുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അവിടുത്തെ ജ്ഞാനത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സ്വഭാവവും ഞങ്ങളുടെ ബന്ധങ്ങളും പവിത്രതയുള്ളതാക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.